തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നടന്നത് അതിക്രൂരമായ റാഗിംഗ് എന്ന് വെളിപ്പെടുന്നു. ബയോടെക്നോളജി 1-ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് ആണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും റാഗിംഗ് പരാതി നൽകിയിരുന്നത്. തുടർന്ന് അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത്. 3-ാം വർഷ വിദ്യാർത്ഥികളായ 7 പേർക്കെതിരെയാണ് പരാതി. സീനിയർ വിദ്യാർത്ഥികൾ തന്നെ മുറിയിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്ന അതിക്രമത്തിനിരയായ ബിൻസ് വാർത്താ ചാനലുകളോട് പറഞ്ഞു. സീനിയർ വിദ്യാർത്ഥികൾ തന്നെ മുറിയിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ബിൻസ് ജോസ് പറയുന്നത്. SFI പ്രവർത്തകരാണ് മർദ്ദിച്ചത്. കാൽമുട്ടിൽ നിലത്തു നിർത്തിയായിരുന്നു മർദ്ദനം. അലൻ, വേലു, സൽമാൻ, അനന്തൻ, പ്രാർത്ഥൻ, പ്രിൻസ് എന്നിവരടക്കമുള്ളവരാണ് മർദ്ദിച്ചതത്രേ. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ വെള്ളം തന്നുവെന്നും ഷർട്ട് വലിച്ചു കീറിയെന്നും ബിൻസ് വാർത്താ ചാനലുകളോട് പറഞ്ഞു. പരാതി നൽകിയാൽ ഇനിയും അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. യൂണിയൻ ഓഫീസിൽ വെച്ചായിരുന്നു ഭീഷണി. പോലീസിന് പരാതി നൽകരുത് എന്നും ഭീഷണിപ്പെടുത്തുകയുണ്ടായി. അഭിഷേക് എന്ന വിദ്യാർത്ഥിയെയും മർദ്ദിച്ചു. 1 മണിക്കൂറോളം പീഡനമുണ്ടായി എന്നും ഈ വിദ്യാർത്ഥി പറയുന്നു. അതിനിടെ ക്രൂരമായി റാഗിങ്ങിനിരയായ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. SFI പ്രവർത്തകരടക്കം 18 പേർ പ്രതികളായ ഈ കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ പലതവണയും ശ്രമം നടന്നിരുന്നു. പ്രതികൾക്ക് പഠനം തുടരാനുള്ള ഇടപെടൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞതാണ് കേസിൽ ഒടുവിൽ നടന്നിട്ടുള്ളത്. 2024 ഫെബ്രുവരി 18-നായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥനെ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. ആത്മഹത്യ എന്ന് വരുത്താൻ പോലീസ് ധൃതിപ്പെട്ട ഈ സംഭവത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു. മരിച്ച സിദ്ധാർത്ഥന്റെ ദേഹത്ത് കണ്ട മുറിവുകളും കോളേജ് അധികൃതരുടെ അസ്വാഭാവികമായ പെരുമാറ്റവും മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പരാതി നൽകുന്നതിൽ എത്തിച്ചേരുകയായിരുന്നു. കോളേജിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കോളേജിൽ വെച്ച് ആംബുലൻസിലേക്ക് ഒരാൾ എറിഞ്ഞ കടലാസും അതിലൂടെ പുറത്തു വന്ന വിവരങ്ങളുമാണ് അതിക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥൻ ഇരയായി എന്ന വിവരം വീട്ടുകാർ അറിയാനിടയായത്. 16-ാം തീയതി മുതൽ SFI പ്രവർത്തകരടക്കമുള്ളവരിൽ നിന്ന് പാറപ്പുറത്തും മുറിയിലും വെച്ച് സിദ്ധാർത്ഥൻ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ചുകൊണ്ട് പരസ്യ വിചാരണ ചെയ്യപ്പെടുകയുണ്ടായി. ബെൽറ്റും മൊബൈൽ ഫോൺ ചാർജറും വെച്ച് അടിക്കുകയും ശരീരത്തിൽ പലതവണ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ പോലീസ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ ഹോസ്റ്റൽ വാർഡനും ഡീനും പ്രയത്നിച്ചു. SFI പ്രവർത്തകരായ പ്രതികളെ സഹായിക്കുന്നതായിരുന്നു സർക്കാരിന്റെ നിലപാടുകളെല്ലാം. ഒടുവിൽ സമ്മർദ്ദം ശക്തമായതോടെയാണ് കേസിൽ നടപടികൾ ഉണ്ടായത്. കേസിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതോടെ മരണത്തിന് ഉത്തരവാദികളായ 19 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഗവർണറുടെ ഇടപെടലിലൂടെ VCയും ഡീനും വാർഡനുമെല്ലാം നടപടി നേരിടുകയുണ്ടായി. CPM നേതാവും മുൻ MLAയുമായ CK ശശീന്ദ്രൻ പ്രതികളെ എത്തിച്ചപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തി എന്ന വിവാദവും CPM നിലപാടിനെ സംശയത്തിലെത്തിക്കുന്നതായി. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കേസ് പിന്നീട് സർക്കാർ CBIക്ക് വിട്ടുവെങ്കിലും രേഖകളടക്കം കൈമാറുന്നതിൽ താമസം വരുത്തി കേസന്വേഷണം വൈകിപ്പിക്കാനുള്ള ശ്രമവുമുണ്ടായി. കേസിലെ പ്രതികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ തുടർ പഠനം നടത്താൻ അടുത്തിടെ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം.